ബംഗാൾ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ബംഗാൾ എന്ന് പറയാൻ പറ്റില്ല. തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളിലേക്കും സങ്കീർണതകളിലേക്കും നീങ്ങുകയാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങളും ബംഗാൾ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. വിമത നീക്കം അതിശക്തമായി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, മമതയ്ക്ക് എതിരെ തെരുവിൽ പോലും ആളുകൾ അക്രമാസക്തരായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. മമതാ ബാനർജിക്കെതിരെ ഉള്ള നീക്കങ്ങൾ തെരുവുകളിലേക്കും നയിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതിശക്തമായി അതിനെയൊക്കെ നേരിടും എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറയുന്നത്. ഒരു വ്യക്തിക്കെതിരെയോ ഒരു പാർട്ടിക്കെതിരെയോ തെരുവിൽ ഇറങ്ങി യുദ്ധം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. മമതാ ബാനർജി എന്ന വലിയ ഒരു നക്ഷത്രത്തിന്റെ സമ്പൂർണ്ണ അസ്തമയത്തിന്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അത് അവനവന്റെ പ്രവൃത്തി കൊണ്ട് തന്നെ, കർമ്മം ആണ് അവിടെ തിരിച്ചടിച്ചത്. 15 വർഷം ബംഗാളിലെ ജനതയെ, ഗുണ്ടകളെയും ബംഗ്ലാദേശി ക്രിമിനലുകളെയും ഉപയോഗിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഭരിച്ച് നശിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ പതനം, സ്വന്തം ക്യാമ്പിൽ നിന്ന് പോലും ഇത്തരം വലിയ വിമർശനങ്ങളും വലിയ എതിർപ്പുകളും നേരിടേണ്ടി വരുമ്പോൾ സത്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമവൃത്തത്തിലാണ് മമതാ ബാനർജിയും അവരുടെ കൂടെയുള്ള TMCയും. ഇനി അവരുടെ കൂടെ അധികം MLA മാരോ MP മാരോ ഒന്നും തന്നെ ഉണ്ടാകില്ല. എന്നാൽ പോലും കുറച്ച് പ്രവർത്തകർ, അതും ഗുണ്ടകളായിരിക്കും ആ പ്രവർത്തകരൊക്കെ തന്നെ. ഇവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന കുറേ ആളുകൾ മാത്രമാണ് TMCയുടെ അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ കൂടെയുള്ളത് എന്നാണ് സൂചനകൾ. മാത്രമല്ല, പ്രത്യേക ബ്ലോക്കായിട്ട് ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ അനുമതി തേടും എന്നാണ് ഇപ്പോൾ വിമത MP മാർ അറിയിച്ചിരിക്കുന്നത്. അവർക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ ബ്ലോക്കിൽ ഇരിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ബ്ലോക്കിൽ ഇരിക്കാൻ ഒരു താല്പര്യവുമില്ല. 30 MP മാർ ഉണ്ടാകും എന്നാണ് വിമത ക്യാമ്പ് അവകാശപ്പെടുന്നത്. മുനിസിപ്പൽ കൗൺസിലർമാരും മമത ക്യാമ്പ് വിടുന്നു എന്ന സൂചന നേരത്തെ ഉണ്ടായിരുന്നു. ഡൽഹി യാത്രയ്ക്ക് മുൻപ് കൗൺസിലർമാരുടെ അടിയന്തര യോഗം മമത വിളിച്ചു ചേർത്ത് വിമതർക്കും BJPക്കും ഒപ്പം പോകരുത് എന്നുള്ള കാര്യം അഭ്യർത്ഥിക്കുകയായിരുന്നു. കാരണം പണ്ടൊക്കെ ആജ്ഞാപിച്ചിരുന്ന മമതാ ബാനർജി ഇപ്പോൾ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു അവസ്ഥയൊക്കെ അങ്ങ് മാറി, അവരുടെ ആ ഒരു ശക്തിയൊക്കെ അങ്ങ് ക്ഷയിച്ചു. BJPയുമായി സഹകരിച്ച് പാർലമെന്റിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാനാണ് വിമത MP മാരുടെ നീക്കം. ഭരണഘടനാ ബില്ലുകളിൽ അടക്കം BJPക്ക് പിന്തുണ നൽകും. DMKയ്ക്കൊപ്പം തൃണമൂൽ കൂടിയെത്തുന്ന സാഹചര്യം പാർലമെന്റിൽ BJPക്ക് വലിയ നേട്ടമാകും. അതേസമയം മമതാ ബാനർജിക്കൊപ്പം പോയ MLA മാരെ എങ്ങനെയും തിരികെ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്നാണ് മമതാ ബാനർജി ക്യാമ്പ് അറിയിക്കുന്നത്. MLA മാരുമായി സംസാരിച്ച മമത പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാം എന്ന് ഉറപ്പ് നൽകി. തനിക്കൊപ്പം ഉണ്ടാകണം എന്ന് കരഞ്ഞുകൊണ്ട് മമതാ ബാനർജി പറഞ്ഞു എന്നാണ് ചില ബംഗാൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അഭിഷേക് ബാനർജി അംഗീകരിക്കില്ല എന്നാണ് വിമത MLA മാരുടെ നിലപാട്. കളിഘട്ടിലെ വസതിയിൽ തനിക്കൊപ്പം നിൽക്കുന്ന നേതാക്കളെ വിളിച്ച് മമത തുടർ നീക്കങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്തരം നീക്കങ്ങളൊന്നും ഫലം കാണുന്ന മട്ടില്ല. മമതാ ബാനർജി ഇപ്പോൾ BJPക്ക് ഒപ്പം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ MLA മാരും MP മാരും ഒക്കെ തന്നെ മമതയുടെ ക്യാമ്പ് വിട്ട് മമതയുടെ ക്യാമ്പിലേക്ക് എത്തും. കാരണം കേന്ദ്രത്തിൽ ഭരണമുണ്ട്, അതുപോലെ സംസ്ഥാനത്തും ഭരണമുണ്ട്. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിലും എങ്ങനെ നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഇവർക്ക് മമതാ ബാനർജിക്കും ഒക്കെ തന്നെ അനുകൂലമായ ഘടകമാണ് ഇപ്പോൾ ബംഗാളിലും ഡൽഹിയിലുമുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ബംഗാളിലെ TMC MLA മാർ, മമതയുടെ ഒപ്പം നിൽക്കുന്ന MLA മാരും MP മാരും ഒക്കെ തന്നെ കൂടുതലും ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ കൊഴിഞ്ഞ് മമതയുടെ ക്യാമ്പിൽ എത്തും എന്ന് തന്നെയാണ് ബംഗാൾ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന വിദഗ്ധർ പറയുന്നത്.